ഒരു കസ്റ്റമൈസ്ഡ് ബ്രൈഡൽ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ പോർഷനിലെ വർക്കാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ അത്യാവശ്യം നല്ല വീതിയുള്ള ബോർഡറാണ് ഈ ബ്ലൗസ് പീസിൻ്റെത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വർക്കാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടേക്കുന്നത്. ഏകദേശം 6-6.5 ഇഞ്ചോളം വരുന്നുണ്ട് സ്ലീവിൻ്റെ ബോർഡറിൻ്റെ വീതി തന്നെ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വർക്ക് ഈ ബോർഡറിൻ്റെ മുകളിലായിട്ട് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തേക്കുന്നത് 4 mm കോപ്പർ ബീഡാണ്. കോപ്പറിൻ്റെ സെറി കൊണ്ടുള്ള വർക്കാണ് ഇതിൽ പോയേക്കുന്നത്. അതുകൊണ്ട് കോപ്പറിൻ്റെ ബീഡാണ് എടുത്തിരിക്കുന്നത്. ആ ബീഡ് ഞാൻ മാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ആദ്യത്തെ ലെയർ, അതായത് ഞാൻ എവിടെയാണോ നമ്മുടെ ഈ ബോർഡർ തീരുന്നത് ആ ബോർഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ലെയറായിട്ട് 4 mm ബീഡ് കൊടുത്താണ് എടുക്കുന്നത്. അത്യാവശ്യം വലിയൊരു ബീഡാണ് ഈ 4 mm ബീഡ്. അതുകൊണ്ട് തന്നെ ഓരോ ബീഡ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. 2 എണ്ണം വെച്ചിടരുത്. അത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ ബീഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്ലീവിൻ്റെ ഒരു എൻഡ് മുതൽ മറ്റൊരു എൻഡ് വരെ ഇതുപോലെ ആദ്യത്തെ ഒരു ബോർഡർ ഇത് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ 4 mm ബീഡിൻ്റെ ലെയർ കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സെൻറ്ററിലായിട്ട് അടുത്ത ഒരു 4 mm ബീഡ് വെച്ചിട്ട് അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബീഡ് ഇതുപോലെ ഇട്ട ശേഷം അവിടെ നിന്ന് ആദ്യം ഒരു സ്റ്റിച്ച് എടുക്കുക. പിന്നെ തൊട്ട് താഴെ കൊണ്ടുവന്ന് അവിടെ ഒരു സ്റ്റിച്ചും ഒരു ലോക്കും കൊടുക്കുക. ലോക്കും കൊടുത്ത ശേഷം അടുത്ത ലെയർ, അത് റെയിൻബോ പോലെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. അതിനായിട്ട് അടുത്തത് കൊടുക്കുന്നത് ഷുഗർ ബീഡ്, കോപ്പറിൻ്റെ ഷുഗർ ബീഡ് കൊടുത്ത് അടുത്ത ഒരു ലെയർ കൊടുത്തെടുക്കുക. ഷുഗർ ബീഡ് 2 എണ്ണം വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു ലെയർ ഇതുപോലെ 2 എണ്ണം കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അടുത്തതും കൊടുക്കുന്നത് ഷുഗർ ബീഡ് തന്നെയാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ഷുഗർ ബീഡ് വന്ന് സ്റ്റോപ്പാക്കിയ ശേഷം അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് അടുത്ത ഒരു ലോക്കും കൊടുത്ത ശേഷം വേണം അടുത്ത ലെയർ കൊടുക്കേണ്ടത്, അതായത് 3ാമത്തെ ലെയർ. അതിനായിട്ട് ഇതുപോലെ 2 എണ്ണം വെച്ച് തന്നെയാണ് വീണ്ടും ബീഡ് കൊടുത്ത് പോവേണ്ടത്. 3ാമത്തെ ലെയറും ഇതുപോലെ കോപ്പറിൻ്റെ ഷുഗർ ബീഡ് ഇട്ടെടുക്കാം. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ് എല്ലാത്തിലും ചെയ്യുന്നത്. അതാണ് സ്പീഡ് കൂട്ടി കാണിക്കുന്നത്. ഐറ്റം മാത്രം മാറുന്നതേ ഉള്ളൂ. 4ാമത്തെ ലെയറിൽ കൊടുക്കുന്നത് ഇതുപോലത്തെ ഫ്രെയിം സ്റ്റോൺ ആണ്. റൗണ്ട് ഷേപ്പിലെ ഫ്രെയിം സ്റ്റോൺ ആണ് കൊടുക്കുന്നത്. അത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ B7000 എന്നുള്ള ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ B7000 ആ 3ാമത്തെ ലെയറിന് ചുറ്റുമായിട്ട് കൊടുത്ത് ഈ സ്റ്റോൺസ് എല്ലാം ഒട്ടിച്ചെടുക്കാം. സ്റ്റോൺസ് എല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്ത് അതെല്ലാം ഡ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നത് കോപ്പറിൻ്റെ ഷുഗർ ബീഡിൻ്റെ ലെയറാണ്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഒരു ലോക്കും കൊടുത്ത ശേഷമാണ് ഷുഗർ ബീഡ് ഇട്ട് പോകേണ്ടത്. 2 ബീഡ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. കർവിൻ്റെ ഷേപ്പ് മാറാതെ കറക്റ്റിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ലാസ്റ്റ് വന്നിട്ട് ഒരു സ്റ്റിച്ചും കൊടുത്ത് ഒരു ലോക്കും കൊടുത്ത് വേണം ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത്. അടുത്ത ലെയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുത്ത ലെയറായിട്ട് കൊടുക്കുന്നത് കട്ട് ബീഡാണ്. ഒരു ഗ്രീൻ കളർ റെയിൻബോ ഷെയ്ഡ് കട്ട് ബീഡാണ് കൊടുക്കുന്നത്. കസ്റ്റമറുടെ സാരിയുടെ നിറം ഒരു പീകോക്ക് ഷെയ്ഡ് ഗ്രീനാണ്. ഗ്രീനും ബ്ലൂവും കൂടെ മിക്സായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് അതിനോട് ഏകദേശം മാച്ചായിട്ട് വരുന്ന ഒരു ഗ്രീനും ബ്ലൂവും ഷെയ്ഡിലെ കട്ട് ബീഡാണ് കൊടുത്തു പോകുന്നത്. കട്ട് ബീഡും സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓരോ കട്ട് ബീഡ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നെക്സ്റ്റ് കൊടുക്കുന്ന ലെയർ എന്ന് പറഞ്ഞാൽ നക്ഷി ഉപയോഗിച്ചൊരു എംബോസ്ഡ് വർക്കാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ചോക്ക് ഉപയോഗിച്ചൊരു കർവ് വരച്ചെടുക്കുന്നുണ്ട്. കട്ട് ബീഡിൻ്റെ അടുത്തുനിന്ന് കുറച്ചൊരു അകലം വിട്ടാണ് ഈ കർവ് വരച്ചെടുക്കേണ്ടത്. അടുത്തതായിട്ട് ചെയ്യുന്നത് നക്ഷി ഉപയോഗിച്ചുള്ള വർക്കാണ്. നക്ഷി അല്ലെങ്കിൽ സർദോസി ഏത് വേണമെങ്കിലും കൊടുക്കാം. ഒന്ന് എംബോസ്ഡ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ സർദോസി അല്ലെങ്കിൽ നക്ഷിയൊക്കെ കൊടുക്കുന്നത്.
ബിഗിനേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ്, അതായത് ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പം പ്രാക്ടീസ് ഉള്ളവർക്ക് ഇതുപോലെ ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാനിപ്പം ലെങ്ത്ത് കൂട്ടിയെടുത്താണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ബീഡ്സ് ഇട്ടാണ് വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീഡ്സ് എംബോസ്ഡ് ആയിട്ട് നിൽക്കും. അതിനാണ് ഇത് നക്ഷി അടിയിൽ കൊടുക്കുന്നത്. നക്ഷിക്ക് പകരം സർദോസി ആണെങ്കിലും കൊടുക്കാം. ഇനി കോപ്പർ ഷുഗർ ബീഡ് എടുത്തിട്ട് അത് ഈ നക്ഷിക്ക് മുകളിലായിട്ട് എംബോസ്ഡ് രീതിയിൽ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. 3 അല്ലെങ്കിൽ 4 ചെയ്യാം. 4 ചെയ്യുവാണെങ്കിൽ ഒത്തിരി കൂടെ വീതിക്ക് നല്ല ബൾജ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും 4 ബീഡ് വെച്ചിട്ടാൽ. 3 ആണെങ്കിൽ ഇത് തിന്നായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ 3 ബീഡ് വെച്ച് ഈ നക്ഷിയുടെ മുകളിൽ കൊടുത്തു പോകുന്നത്. ഇതുപോലെ 3 ബീഡ് എടുത്ത ശേഷം ആ നക്ഷിക്ക് മുകളിലായിട്ട് വെച്ചിട്ട് തൊട്ടടുത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക. തൊട്ടടുത്ത് തന്നെ ലോക്കും കൊടുത്ത് ആ ത്രെഡ് പുറകിലോട്ട് കൊണ്ടുവന്ന് അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് കൊടുക്കുക. വീണ്ടും അടുത്ത 3 ബീഡ് ഇറക്കുക. അടുത്ത 3 ബീഡ് ഇറക്കിയിട്ട് നേരത്തെ ചെയ്തത് തന്നെയാണ്, ഈ പ്രോസസ്സ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ഇതുപോലെ 3 ബീഡ് ഇട്ട് എംബോസ്ഡ് ചെയ്തെടുത്ത ശേഷം നെക്സ്റ്റ് ഈ എംബോസ്ഡിൻ്റെ ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്നത് വീണ്ടും ആ ഗ്രീൻ കളർ കട്ട് ബീഡ് തന്നെയാണ്. ഇതുപോലെ ഗ്രീൻ കളർ കട്ട് ബീഡ് കൊടുത്തെടുത്ത ശേഷം വീണ്ടും കൊടുക്കുന്നത് ഷുഗർ ബീഡിൻ്റെ ഒരു ലെയറാണ്. ഷുഗർ ബീഡ് കൊടുത്തെടുത്ത ശേഷം നെക്സ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത് 4mm ബീഡാണ്. 4mm ബീഡ് കൊടുത്തെടുത്ത ശേഷം വീണ്ടും ചെയ്യുന്നത് ഷുഗർ ബീഡാണ്. ഇതുപോലെ ഷുഗർ ബീഡിൻ്റെ ലെയർ ചെയ്തെടുത്ത ശേഷം അടുത്തതായിട്ട് 3mm ബീഡും ഒരു ഷുഗർ ബീഡും കൂടെ ഇടകലർത്തിയിട്ടുള്ള ഈ ഒരു ബീഡ് വർക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 3mm ബീഡും ഷുഗർ ബീഡും കൂടെ ഇട്ടെടുത്ത ശേഷം അടുത്ത ലെയർ ചെയ്യുന്നത് വെറും ഷുഗർ ബീഡിൻ്റെ ലെയറാണ്. അപ്പോൾ അവസാനത്തെ ലെയറും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതുപോലെ B7000 ഉപയോഗിച്ച് ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്റ്റോണുകൾ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ സ്റ്റോൺ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഉണങ്ങിയ ശേഷം ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇനി ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഷുഗർ ബീഡ് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ്. അവസാനം ഞാൻ കുറച്ച് ബുട്ടാസും കൂടെ എൻ്റെ സൈഡിലായിട്ടൊക്കെ കൊടുത്താണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്.